അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അല്പം ചർച്ച ചെയ്യുന്നത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു സുന്നത്ത് നിസ്കാരമാണ് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട അടിമയാകുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ സ്വർഗപ്രവേശനം എളുപ്പമാവുകയും ചെയ്യുന്നു. ഒരു സ്വഹാബി നമ്മളൊക്കെ കേട്ടതാണല്ലോ, റബീഅത്ത് ബിൻ കഅബിൽ അസ്ജഇ റളിയല്ലാഹു അൻഹു. ഈ റബീഅത്ത് ബിൻ കഅബിൽ അസ്ജഇ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നു. രാത്രി അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നതും പ്രതീക്ഷിച്ച് വെള്ളപ്പാത്രവുമായി അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്, വുളൂഇൻ്റെ വെള്ളപ്പാത്രവുമായി കാത്തു നിന്നിരുന്ന സംഭവം നമ്മളൊക്കെ കേട്ടതാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ഈ വെള്ളപ്പാത്രവുമായി നിൽക്കുന്ന റബീഅത്ത് ബിൻ കഅബിൽ അസ്ജഇ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൽനി യാ റബീഅ, റബീഅ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. അവിടെ നിന്ന് ഒരൊറ്റ ലക്ഷ്യമാണ്, ഉറക്കമൊഴിച്ച് ഈ വെള്ളപ്പാത്രവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ കാത്തു നിന്നിരുന്ന റബീഅത്ത് ബിൻ കഅബിൽ അസ്ജഇ റളിയല്ലാഹു അൻഹു ഒറ്റ ലക്ഷ്യമാണ്, നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ റഫീഖാവണം, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ ഒരു കൂട്ടുകാരനാവലാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഇല്ല നബിയെ, ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം പറഞ്ഞത്, എന്നാൽ റബീഅത്ത് തങ്ങളെ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, ബികസറത്തി സുജൂദ്, കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട്, കൂടുതൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫറദ് നിസ്കാരത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് നിർബന്ധമായൊരു ഘടകമാണല്ലോ. ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ആ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു സുന്നത്തുകളെക്കാൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും ഏറ്റവും ഖൈറായൊരു കാര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് സ്വർണവും മുത്തും ഈ ദുനിയാവിൽ വിലമതിക്കുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ ഇതെല്ലാം ഒരു ഭാഗത്ത് വെക്കുക, മറുഭാഗത്ത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളും വെച്ചാൽ ഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ, ദുനിയാവിലുള്ള എന്തെല്ലാം വിലപിടിപ്പുള്ള വിഭവങ്ങളുണ്ടോ, ഈ ദുനിയാവിലുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ആ അനുഗ്രഹങ്ങളെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സുന്നത്ത് നിസ്കാരമാണ് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇത് പറയുമ്പോൾ നമ്മളിത് ഒരുപാട് കേട്ടതാണ്, നമ്മളൊക്കെ നിർവഹിക്കുന്നതാണ്. നാം നിർവഹിക്കുന്ന ഈ സുന്നത്തിന് ഇത്രയും അധികം പ്രാധാന്യമുണ്ടോ? അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
മഹദിയായ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ല ആയിഷത്ത് റളിയല്ലാഹു അൻഹ ലം യകുനിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിനൻ നവാഫിലി ഹശദ്ദ തഹാവുന മിൻഹു അലാ റകഅതൈനിൽ ഫജ്രി. ഈ 2 റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ മറ്റുള്ളൊരു സുന്നത്തിനും ഹബീബായ നബി തങ്ങൾ പ്രാധാന്യം നൽകിയിട്ടില്ല. ഇതിന് വലിയ പ്രാധാന്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ഭാഗ്യമാണ്, വലിയ തൗഫീഖാണ് ഇതൊക്കെ നിലനിർത്താൻ പറ്റുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുകയുണ്ടായല്ലോ. അവിടുന്ന് പറഞ്ഞു, നബിയേ ദുല്ലനി അലാ അമലി യൻഫഅനില്ലാഹു ബിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം നബിയെ. അതുകൊണ്ട് എല്ലാം ഖൈറായ എനിക്ക് ഈ കാര്യം കൊണ്ട് എല്ലാം നേടിയെടുക്കണം, ദുനിയാവ് ആഖിറത്ത് കിട്ടണം, അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ റകഅത്താനി ഖബ്ല സ്വലാത്തിൽ ഫജ്രി. നിങ്ങൾക്ക് ദുനിയാവും ആഖിറം എല്ലാം കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഏതൊരു വിഷയത്തിലും ഒരു ഫത്ഹ് കിട്ടുന്നില്ല, ഏതൊരു വിഷയത്തിനും ഒരു വിജയം കിട്ടുന്നില്ല. ഈ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം പതിവാക്കൂ. അല്ലാഹു തആല വലിയ നിഅമത്തുകൾ അവർക്ക് നൽകി അനുഗ്രഹിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് നാം നേരത്തെ എണീക്കണം, എന്നിട്ട് സുബഹി നിസ്കരിക്കുക. മൻ സ്വല്ലാ സ്വലാത്ത സുബഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാ. സുബഹി നിസ്കാരം ഒരുത്തൻ നിസ്കരിച്ചാൽ തന്നെ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിലായി. ആ സുബഹിന്റെ സമയത്ത് എണീക്കാതെ ഉറങ്ങുന്നത് വന്നൗമുൽ ലഅന, ശാപത്തിന്റെ ഉറക്കമാണ്. അന്നൗമു ഫീ വഖ്തി സുബഹ്, സുബഹിന്റെ ആ നേരത്തുള്ള ഉറക്കം അത് ലഅനത്തിന്റെ ഉറക്കമാണ്, ശാപത്തിന്റെ ഉറക്കമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകൾ പരിധി നോക്കിയപ്പോൾ, ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു സുന്നത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം ഈ സുന്നത്തിന് നൽകിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ പറയാണേ, അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല ധൃതി കാണിച്ചിരുന്നു ഈ നിസ്കാരത്തിന്. മാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ശൈഇൻ മിനൽ ഖൈരി അസ്റഅ മിൻഹു ഇലാ റകഅതൈനി ഖബിലൽ ഫജ്രി. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിനത്ര ധൃതി അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചതുപോലെ മറ്റൊരു നിസ്കാരത്തിനും കാണിക്കുമായിരുന്നില്ല. അത്ര പ്രാധാന്യമുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ 2 സൂറത്തില്, ഈ 2 സുന്നത്ത് നിസ്കാരം 2 റക്അത്തിൽ നമുക്ക് ഓതൽ സുന്നത്തായ സൂറത്തുകളുണ്ട്. മറ്റു റവാത്തിബ് സുന്നത്തുകളേക്കാൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞ 2 സൂറത്തുകൾ. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത് അലം നശ്റഹ് സൂറത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. രണ്ടാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ ഖുൽ ഹുവല്ലാഹു അഹദ്. വലിയ പ്രാധാന്യമാണ് കേട്ടോ. ഇങ്ങനെ ഇത് പതിവാക്കിയാൽ ഒരുപാട് മഹാരഥന്മാർ അനുഭവിച്ചറിഞ്ഞൊരു വിജ്ഞാനമാണ്, അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. അലം തറയും അലം നശ്റഹും അലം തറയും സുബഹിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ പതിവാക്കിയാൽ ഒരു ശത്രുവിനും അവരെ മറിച്ചിടാൻ കഴിയില്ല. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പരാജയം കണ്ടു നടക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം പെട്ടെന്ന് ചെയ്ത്
അങ്ങനെയല്ല, അങ്ങനെ തുടർന്ന് തുടർന്ന് നമ്മൾ കൊണ്ടുപോകുക. അങ്ങനെ തുടർന്ന് കൊണ്ടുപോയാൽ അവനൊരു വിഷമം അല്ലാഹു തആല തരില്ല. സുബഹിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ മൻ സ്വല്ലാ സുന്നത്തൈ സുബഹി ബി അലം ലം യജിദ്ഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ 2 അലം കൊണ്ട് അലം തറ കൈഫ അലം നശ്റഹ് ഈ 2 സൂറത്തോതി ഒരുത്തം നിസ്കരിച്ചാൽ ആ ദിവസത്തിൽ അവന് വേദനാജനകമായ, അവനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രയാസവും അള്ളാഹു അവന് നൽകില്ല. അത്രയധികം പ്രാധാന്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സുന്നത്ത് നിസ്കാരം മറ്റുള്ള റവാത്തിബ് സുന്നത്തുകളെ പോലെയല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു വ്യത്യാസം കൂടി ഉണ്ട്. ഈ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അതിന് നമ്മൾ സുബഹിക്ക് നേരത്തെ എണീക്കുക, ഇങ്ങോട്ട് നിസ്കരിക്കുക, എന്നിട്ട് സുബഹി നിസ്കരിക്കുക. ഈ സുന്നത്ത് നിസ്കാരത്തിന് മറ്റുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിനില്ലാത്ത മറ്റൊരു പ്രത്യേകത, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സ്വല്ലാ അഹദുകും റകഅതൈനിൽ ഫജ്രി ഫൽയൽതജി അലാ യമീനിഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ വലത് കൈയിന്റെ മേൽ ഒന്ന് ചെരിഞ്ഞു കിടക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറിൽ കിടക്കുന്ന ആ ഓർമ്മ, പടച്ചോനെ ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ ഖബറിൽ ഇങ്ങനെയല്ലേ കിടക്കുക എന്നുള്ളൊരു ഓർമ്മ. അതിന് നമുക്ക് ചെല്ലാൻ കഴിയുകയാണെങ്കിൽ ഒരു ദിക്ർ ചെല്ലൽ, ഒരു ദുആ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വഹമലത്തിൽ അർശി വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചെല്ലുക. എന്നിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പിന്നെ 7 പ്രാവശ്യം അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന. അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ എന്നുള്ളത് പറയൽ പ്രത്യേക പുണ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളൊക്കെ പതിവാക്കുന്നതാണ്. ഇത് പതിവാക്കുന്നതിലൂടെ ഇത്രയും വലിയ നേട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു. അള്ളാഹു ഈ നിസ്കാരത്തിന് എന്തെല്ലാം പ്രതിഫലങ്ങൾ നൽകിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, നിന്റെ നൂറാകുന്ന വിജ്ഞാനം പറഞ്ഞു കേട്ടു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം പടച്ചവനെ ഏതെല്ലാം രൂപങ്ങൾ ഞങ്ങളുടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഞങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി ജീവിക്കുക, ആഖിബത്ത് നന്നായി മരണം കിട്ടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.